ക്രിസ്തുല്യനാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ പഠിച്ചു വരുന്ന ഭാഗം, കഴിഞ്ഞ 4 പാർട്ട് നമ്മൾ പഠിച്ചു, എന്നാൽ 5-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരുടെ ശുശ്രൂഷകൾ എന്ന സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൂതന്മാരെ കർത്താവ് സൃഷ്ടിച്ചത് തന്നെ, ആമേൻ, സ്തോത്രം, അഭിഷക്തന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ആമേൻ. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ദൈവം ദൂതന്മാരെ ഈ ഭൂമിയിൽ ആമേൻ നിർമ്മിച്ചിരിക്കുന്നത്. സ്തോത്രം. അത് ചെറിയവനോ വലിയവനോ കറുത്തവനോ വെളുത്തവനോ എന്നില്ല, എല്ലാവരെയും, വിദ്യാഭ്യാസമുള്ളവരെയോ വിദ്യാഭ്യാസമില്ലെന്നോ, ആമേൻ, സ്തോത്രം, അഭിഷേകം പ്രാപിച്ചോ അഭിഷേകം പ്രാപിച്ചോ എന്നല്ല വിഷയം. കർത്താവ് രക്ഷിതമായി സ്വീകരിച്ച സകല ജനത്തെയും സൂക്ഷിപ്പാൻ, അവരുടെ കാര്യാദികൾ ചെയ്യാൻ വേണ്ടിയാണ് ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യാൻ. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയിൽ ദൂതന്മാരെ കുറിച്ച് കർത്താവ് ഒത്തിരി ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. കല്ലുകൾ നീക്കാൻ ഏൽപ്പിച്ചു, കല്ലുകൾ പറക്കി കളയാൻ ഏൽപ്പിച്ചു, ഒരു ദൂത് കൊടുത്താൽ കൊണ്ട് ആമേൻ ആ വ്യക്തിയെ പരമേൽപ്പിക്കാൻ വേണ്ടി കർത്താവ് ഏൽപ്പിച്ചു. ആമേൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ദൈവം ദൂതന്മാരെ ആമേൻ കൊണ്ട് ഭരമേൽപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവിനെ ആമേൻ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് അവിടെ രണ്ടുപേരും തമ്മിൽ അവിടെ ഭയങ്കര ഭയറ്റ് നടക്കുമ്പോൾ ദൂതൻ അവിടെ ഇറങ്ങി പറഞ്ഞു, നീ മിണ്ടാതെ നിൽക്കണം, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. അപ്പൊ കുടുംബജീവിതങ്ങൾ വരെ ഒരുമിച്ചാക്കാൻ ദൂതന്മാർ ആ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം ആമേൻ തർക്കമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെയെങ്കിൽ വ്യത്യസ്തമായ ശുശ്രൂഷകളിൽ കൂടെ ഒക്കെ ദൈവം ദൂതന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. അത് അന്ന് മാത്രമല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. ആമേൻ. നമുക്കൊരു വിഷയം വരുമ്പോൾ ദൂതന്മാരെ കർത്താവ് ഇറക്കാറുണ്ട്, നമ്മളത് അനുഭവിക്കാറുണ്ട്. ആമേൻ. അനുഭവിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ യാത്രകൾ, നമ്മുടെ മടക്കയാത്രകൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ആത്മീക ഭൗതിക മണ്ഡലങ്ങൾ, ആമേൻ, വ്യക്തിപരമായ ജീവിതങ്ങൾ, ആമേൻ, വ്യക്തിപരമായ ആത്മീക മണ്ഡലങ്ങൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ, എല്ലാ ശുശ്രൂഷയിലും ദൂതന്മാരില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഭൂപരം, അതല്ലേ കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് എൻ്റെ കാര്യസ്ഥരെ നിങ്ങളുടെ മധ്യ എന്ത് ചെയ്യും, ഞാൻ അയക്കും. ആ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ആമേൻ. പരിശുദ്ധാത്മാവിനെ ഈ നാളുകൾ നിങ്ങൾ എല്ലാവരും പ്രാപിച്ചെടുക്കണം. ആമേൻ. എൻ്റെ ആത്മാവില്ലാത്തവൻ പറഞ്ഞേ, എൻ്റെ ആത്മാവില്ലാത്തവൻ പറഞ്ഞേ, എനിക്കുള്ളവൻ അല്ല. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവിന് പിന്നൊരു കാര്യമുണ്ട്, ആത്മാവ് ഉണ്ടായിരുന്നൊരു ചൊവ്വയെ ജീവിക്കാത്തവനും, ഹലോ, ആത്മാവ് ഉണ്ടായിരുന്നൊരു ചൊവ്വയെ ജീവിക്കാത്തവനും ആത്മാവ് ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. ഇത് ഏത് ആത്മാവെന്ന്, ചിലർക്ക് മാന്തുന്ന ആത്മാവായിരിക്കും, ചിലർക്ക് പല്ല് കടിക്കുന്ന ആത്മാവായിരിക്കും, ചിലർക്ക് വഴക്കുണ്ടാക്കാനുള്ള ആത്മാവായിരിക്കും, ചിലർക്ക് മൂപ്പിക്കാനുള്ള ആത്മാവായിരിക്കും. അപ്പൊ ഇത് ഏത് ആത്മാവെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചിലർക്ക് തകർച്ച കാണാനുള്ള ഒരു കൊതിയായിരിക്കും, അതൊരു ആത്മാവാ, അല്ലേ? സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? കിളിവാതിൽ കൂടെ നോക്കാനൊരു ആത്മാവാ. അവൾ എങ്ങനെ പോകുന്നു, ഇങ്ങനെ എത്തി നോക്കുന്നിട്ടില്ല ചിലർ. ഇതെല്ലാം എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്താ. അപ്പൊ അത് വേറൊരു ആത്മാവാ, പോകുമ്പോൾ ഒളിച്ച് നോക്കുന്ന ആത്മാവ്. അപ്പൊ ഇത് ഏത് ആത്മാവാണ്? അപ്പൊ ആത്മാവ് ഉണ്ടെങ്കിലും പ്രശ്നമാണ്, ആത്മാവില്ലെങ്കിലും പ്രശ്നമാണ്. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. അപ്പോൾ ആത്മാവ് ഉണ്ടെങ്കിലും, കഴിഞ്ഞ ദിവസം തന്നെയാണ്, ആത്മാവ് ആമേൻ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശുശ്രൂഷയിൽ. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, നമ്മുടെ ദാവീദ് രാജാവിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇല്ലാതിരുന്ന സമയത്ത്, പരിശുദ്ധാത്മാവില്ലായിരുന്ന സമയത്ത്, തലയിൽ അഭിഷേക തൈലം വീഴായിരുന്ന സമയത്ത് തനിക്ക് ആമേൻ ശത്രുക്കളൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാട്ടിലെ മൃഗങ്ങൾ മാത്രമേ ഉള്ളുമായിരുന്നു. പക്ഷേ എപ്പോഴാണോ തൻ്റെ മേൽ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വന്നത്, ആ സമയം മുതൽ ആമേൻ നാട്ടിലെ മനുഷ്യരെല്ലാം തനിക്ക് ശത്രുക്കളായി തീർന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആത്മാവ് ഉണ്ടെങ്കിൽ അത് ഏതെന്ന് തിരിച്ചറിയണം വചനപ്രകാരം. ആമേൻ. ആ ധർമ്മകാര്യത്തിൽ നീ എന്ത് ചെയ്യണം? ധൈര്യമുള്ളവൻ, അത് ഒരു ആത്മാവാ. ധർമ്മകാര്യത്തിൽ. സ്തോത്രം. അപ്പൊ സ്വരൂപിക്കാൻ വേണ്ടി അതൊരു ആത്മാവാ. സ്തോത്രം. അപ്പൊ ആത്മാവിന്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിന്, ആമേൻ, ഇത് ഏതാ
സഭാരാധന മുടക്കുന്നത് ആത്മാവാണോ? അത് മുടക്കാനുള്ള ആത്മാവ്. അപ്പൊ ശുശ്രൂഷകന്മാരോട് എതിർത്ത് നിൽക്കാൻ പ്രത്യേകിച്ചൊരു ആത്മാവുണ്ട്. അതല്ല ഇനിയിപ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷ ഇപ്പം അവസാനിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കേണ്ട സമയമാണ്. ശുശ്രൂഷകന്മാരോട് ചോദ്യം ചെയ്യുന്ന ആത്മാവ് ഇത് ഏതെന്ന് നോക്കണം. ഇത് പരിശുദ്ധാത്മാവാണോ ദൈവം അയച്ച ആത്മാവാണോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് വരണം. ആമേൻ. അഭിഷക്തന്മാരുടെ കാര്യങ്ങൾ ഭവനത്തിനകത്ത് ചർച്ച ചെയ്യുന്നത് ആത്മാവാണോ? ഏതാത്മാവാ? അപ്പോൾ ആത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ശ്രദ്ധിക്കണമേ. ഇവിടെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടം മുതൽ ദൂതന്മാരെ ഇവിടെ ആക്കി വെച്ച കാര്യം തന്നെ ശുശ്രൂഷയിൽ സഹായിക്കാൻ വേണ്ടിയാ. സ്തോത്രം. ആദ്യത്തെ സഹായമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ജനനം മുതൽ എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് തന്നെ ആമേൻ ദൂതൻ ഇറങ്ങി വന്നു. സ്തോത്രം. ആമേൻ. ഉരുവാകുന്ന സമയം അത് ഏതായിരിക്കും ആ സമയം? അല്ലേ, വായിക്കാം. അത് ഏതാ സമയം? മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് ഇന്ന് രാത്രി ഒന്ന് വായിച്ചിട്ട് മുമ്പിലോട്ട് പോകാമോ? മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യവും ആമേൻ 19, 20, 21, 22, 23 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ ശുശ്രൂഷ ചെയ്യിക്കാനാണ് ദൂതനെ ആക്കി വെച്ചത്. അപ്പോൾ ശ്രദ്ധിക്കണം, എല്ലായ്പ്പോഴും ദൂതൻ മിണ്ടാതിരിക്കുന്ന ദൂതനല്ല. പരമേൽപ്പിച്ചത് പോയി പറയാനും ഒത്തുതീർക്കാനും ചില കാര്യാദികളിലേക്ക് ദൈവമാക്കി വെച്ച സമയത്ത് അത് അതിൻ്റെതായ തനിമയിൽ ചെയ്തെടുക്കാനും ദൂതന്മാരെ ദൈവമാക്കി വെച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം എങ്ങനെയാണ് നമ്മെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ആമേൻ ദൂതനെ സൃഷ്ടിച്ചിരിക്കുന്നത്? വായിച്ചാട്ടെ. ആമേൻ. അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശക്തമായി ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്മ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന കർത്താവ് പ്രവാചകൻ പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാൻ പറ്റിയില്ലായിരുന്നു ലാസ്റ്റ് ചില ഭാഗങ്ങൾ. നിങ്ങൾ കേട്ടായിരുന്നോ? എല്ലാവരും കേട്ടായിരുന്നല്ലോ? ഇല്ല, കേട്ടു. ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നം തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ. അപ്പോൾ ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ 18-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ നിങ്ങൾ ആ പേപ്പറിൽ ഇതുവരെയ്ക്കും വരച്ചിട്ടില്ലെങ്കിൽ ചെറിയൊരു ലൈൻ കൊടുക്കുക. ആ പേപ്പർ കീറാതെ അലങ്കാര ഭാഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിങ് കൊണ്ടോ ഏതെങ്കിലും ചെറിയ ലൈൻ ഇടുക. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നോക്കിക്കേ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹ നിശ്ചയത്തിന് ശേഷം, അപ്പൊ നോക്കിക്കേ, വിവാഹ നിശ്ചയം ചെയ്ത ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചു. അപ്പൊ കുടുംബ വിഷയത്തിൽ ശുശ്രൂഷയ്ക്കായി അവിടെ അവരെ കുടുംബജീവിതത്തെ ഉറപ്പിക്കാൻ ഭദ്രമാക്കാൻ ദൂതൻ അവിടെ ഇറങ്ങി. സ്തോത്രം. ഇന്ന് അങ്ങനെയാണോ ഇറങ്ങുന്നേ? ഇന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വഴി കൂടെ പോയി കഴിഞ്ഞാൽ മതി, അവിടെ കുടുംബകലഹം ഉറപ്പാ. എപ്പോൾ സംഭവിച്ചെന്ന് കേട്ടോ, അത് പ്രായമൊന്നും വ്യത്യാസമില്ല. ആമേൻ.
പ്രായോ വയസ്സോ അല്ലെങ്കിൽ ഭംഗിയോ അവൻ ബന്ധോ സ്വന്തമോ ഒന്നും അവിടെ വിഷയമല്ല. കുടുംബജീവിതം അവിടെ എപ്പോൾ തകർത്തുടച്ചെന്ന് കേട്ടാൽ മതി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആത്മാവിൽ പറയും ഈ വചനപ്രകാരം. ആമേൻ. കുടുംബജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വെളിയിൽ ഒരാളിനെ അറിയിക്കരുത്. അറിയിച്ചാൽ അവർ ഉടച്ച് പാളിഷായി തരും കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ നിങ്ങൾ ആരും പിണങ്ങരുത്. ഒന്നുകൂടെ പറയാം, പെന്തക്കോസ് പാസ്റ്റർമാരോട് പറയരുത്. തീർന്ന് അടച്ച് പരിപാടിയാക്കി പൊളിച്ചാടുക്കി നിങ്ങൾ ആരും പിണങ്ങരുത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രണ്ടുപേരും ഓരോ ഉള്ളി എടുക്കുക, സവാള, ഭർത്താവിൻ്റെ കയ്യിൽ ഒന്ന് കൊടുക്കുക, ഭാര്യയിൽ ഒന്ന് കൊടുക്കുക, രണ്ടുപേരും പൊളിക്കണം, മത്സരിച്ച് പൊളിക്കണം. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? അല്ലാതെ അതിനകത്ത് വേറെ ഒരാളിനെ കടത്തിയാൽ പലരും നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ദൈവദാസനെ എനിക്ക് ആ ശുശ്രൂഷ ഇല്ല, പ്രാർത്ഥിക്കാം, വീട്ടിൽ വന്നുള്ള പരിപാടി ഇല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ വേറെ ചില വ്യക്തികളുണ്ട്, ഭാര്യയെ വച്ചും കൊണ്ട് വേറെ ഏതെങ്കിലും പരിപാടിക്ക് പോകുന്നവരെ നമ്മൾ വീട്ടിൽ പോയി ചെയ്യാറുണ്ട്. അത് വേറെ, അത് പറഞ്ഞാൽ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. അതൊരു ശുശ്രൂഷയാ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൂതൻ കാണിക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിനകത്ത് വിവാഹ നിശ്ചയം ചെയ്ത, ആമേൻ, ഇന്നത്തെ തലമുറയെ നോക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാം കൈകാര്യം ചെയ്യുന്നവരാ. ഈ മെസ്സേജ് യൂട്യൂബിൽ പോകുന്ന മെസ്സേജാ. നിങ്ങളെല്ലാവരും ഇന്ന് പകൽക്കാലം നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാ. നിങ്ങൾ ആരെങ്കിലും ഇരുന്നു കൊണ്ട് ഒരു 5 മിനിറ്റ് വചനം പ്രസംഗിച്ച് സോഷ്യൽ മീഡിയ ഇട്ട് നോക്കിയേ, ഫേസ്ബുക്കിനകത്ത് ഒരാൾ പോലും കാണത്തില്ല. എന്നാൽ അയൽവക്കത്തെ ഒരു പ്രശ്നമോ ഒരു വഴക്കോ, ഭാര്യയും ഭർത്താവും കൂടെ ഉള്ള ഒരു അഭിനയിച്ചുള്ള വഴക്കോ ഒരു 2 മിനിറ്റ് എടുത്തിട്ട് നോക്കിയേ, ഒരു 10 മിനിറ്റ് കൊണ്ട് മില്യൺ എല്ലാം കഴിയും. ചുമ്മാ വെറുതെ ഒന്ന് അഭിനയിച്ചാൽ മതി, വഴക്ക് കൂടുന്നത് പോലെ ഒന്ന് അഭിനയിച്ചാൽ മതി. എന്തെന്നറിയാമോ? ശത്രു നിൽക്കുന്നത് അനാശാസ്യം കണ്ടുപിടിക്കാനാ. എന്നാൽ പരിശുദ്ധനായ ദൈവത്തിന്റെ നിയോഗപ്രകാരം പിതാവായ ദൈവം പുത്രനെ സഹായിപ്പാനായി ജനനം മുതലേ അപവാദിയായി തീരാനുള്ള ഒരു നിലയിൽ ശത്രു ഒരുക്കിയപ്പോൾ അവിടെ ഇറങ്ങി ദൂതൻ. ഇന്ന് രാത്രി ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം വേറെ ഒരാളുടെ കയ്യിലെത്തിക്കരുത്. സ്തോത്രം. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ദൂതൻ ഇറങ്ങി ചെന്നിട്ട് പറയുക, നോക്കിക്കേ, യോസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്ത ശേഷം ആമേൻ അവർ കൂടി വരും മുൻപ് പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തു? ഗർഭിണിയായി. കൂടി വരും മുമ്പെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആമേൻ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നതിന് മുമ്പ്, ശാരീരിക ബന്ധം പുലർത്തുന്നതിന് മുമ്പ് ഈ സഹോദരി ഗർഭിണിയായി. സഹിക്കുമോ ആരെങ്കിലും ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും? പിന്നെ പള്ളിയായി, പട്ടക്കാരായി, ആമേൻ, സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും മരണം നമ്മെ വേർപിരിക്കും വരെ പറഞ്ഞവരെല്ലാവരെയും വിളിക്കും. അവിടെ ഇരുന്ന് എവിടെയൊക്കെ നമ്പറുണ്ടോ എല്ലാവരെയും വിളിച്ച് അവിടെ വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഈ ദൂതൻ സമാധാനത്തിന്റെ ദൂതനാ. ഇന്ന് രാത്രി നിന്റെ എന്റെയും ജീവിതത്തിനകത്ത് സമാധാനത്തിന്റെ ദൂതൻ ഇറങ്ങട്ടെ. സ്തോത്രം. ആമേൻ. മറന്നു പോകരുത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ ഒത്തീർപ്പിനായി നിങ്ങൾ ആരെ വിളിക്കരുത്? ഡാഷ് എഴുതി വെച്ചോളണേ. അത് നിങ്ങളുടെ സഭാ പാസ്റ്റർ ആണെങ്കിൽ പോലും, എൻ്റെ ചർച്ച വരുന്ന ആരും ഇതിനകത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ സഭാ പാസ്റ്റർ ആണെങ്കിൽ പോലും വിളിക്കരുത്. നിങ്ങൾ തീർത്തോളണം. എന്തോ ദൈവാത്മാവിൽ നിന്ന് ഒരു നിയോഗത്തിലേക്ക് വരികയാണ്. സ്തോത്രം. അറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ അറിയത്തുള്ളൂ എന്താ കാര്യമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്തായിരിക്കും ആ വിഷയം? 19-ാം വാക്യം. അവളുടെ ഭർത്താവായി യോസേപ്പ് നീതിമാനായിരുന്നു. പിന്നെ നീതിമാനായതുകൊണ്ടാണോ കയർത്തത്? നീതിമാനായതുകൊണ്ടാണോ ഉടക്കിയത്? നീതിമാനായതുകൊണ്ടാണോ അവിടെ പ്രശ്നക്കാരനായത്?
ആ പ്രശ്നം തീർക്കാൻ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന നീതിമാനായതുകൊണ്ടാണോ? ആണോ? അല്ല. ഈ പുസ്തകം മാത്രം വായിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിങ്ങൾ നോക്ക്. വേറെ പുസ്തകങ്ങൾ നിങ്ങൾ വ്യാഖ്യാന പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. അവിടെ എന്തെല്ലാം പ്രശ്നമായെന്നറിയാമോ? ദൂതൻ ശാന്തമായി തൻ്റെ ഉറക്കത്തിൽ ഇടപെട്ടു. ഉറക്കത്തിൽ. ദാവീദിനറിയാം കേട്ടോ ഒരു കാര്യം. ദാവീദ് പറഞ്ഞു, കർത്താവേ, രാത്രി ഇതിന്റെ കിടക്കയിൽ ഇറങ്ങി വന്നു, നീ എന്നെ ശോധന ചെയ്തു. ആമേൻ. പക്ഷെ ഒന്നും കണ്ടുപിടിച്ച് ഒരു കുഴപ്പം കണ്ടില്ല. പക്ഷേ ഇത് ഒരു സ്കാനിങ്ങിനകത്ത് ഈ മനുഷ്യനെ കയറ്റി വിട്ടു. ആരെ? യോസേഫ് എന്ന നീതിമാൻ എന്ത് ചെയ്തു? ആ ഒരു സ്കാനിങ്ങിനകത്തെ കയറ്റി വിട്ടിട്ട് അവന്റെ ഹൃദയത്തിരിക്കുന്ന സകല രഹസ്യങ്ങളും നിഗൂഢതകളും ദൂതൻ പുറത്തെടുത്തിട്ട് അവനെ ഒന്ന് പരിശോധിച്ച് എവിടെയാണോ ഫാൾട്ടുള്ളത് ആ ഫാൾട്ടുള്ള ഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ കരമിറക്കി അവനെ സംസാരിച്ച് ആ രാത്രിയിൽ അവനെ റെഡിയാക്കി സ്ട്രൈറ്റാക്കി വിട്ടു. അതാണ് ദൂതൻ. ഇന്നാണെങ്കിലോ ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ചടുക്കി. നിങ്ങളിന്ന് കണ്ടോ, ഭാര്യനെ കഴുത്തറുത്ത് കൊന്നിട്ട് ഭർത്താവ് പുനലൂർ സ്റ്റേഷനിൽ ഹാജരായി. ഹലോ, നിസ്സാരമായ ചെറിയ വിഷയമേ ഉള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചിലെ വിശ്വാസിയാ, പേരൊന്നും പറയുന്നില്ല. എന്താ പറ്റിയതെന്നറിയാമോ? ഇപ്പോഴത്തെ പിള്ളേർ പറയും മിസ് അണ്ടർസ്റ്റാൻഡിങ്. എന്തോ എൻ്റെ വാക്ക്, ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതാ പറഞ്ഞ ഉള്ളി എടുത്ത് കൊടുത്താൽ മതി, തീരും. മറന്നുപോ ഒരു സവാള നല്ല കൂടിയതേ വാങ്ങിക്കാവൂ, കുറഞ്ഞത് വാങ്ങിച്ചാൽ കണ്ണീര് വരത്തില്ല. പോയി ചോദിക്കും, 5-6 തട്ടിൽ വെച്ചിട്ടുണ്ട്, ഇത് എത്രയാ വില? ഇത് 40, ഇത് 45, ഇത് 65, ഇത് 90, ഇത് 150. അപ്പൊ ആദ്യം പറഞ്ഞത് പോരട്ടെ, ഇല്ലേ ബിന്ദു സിസ്റ്ററെ? ഫസ്റ്റിലെ പറഞ്ഞത് പോരട്ടെ, 40-ൻ്റെത്. അത് നിങ്ങൾ എത്ര തൊലിച്ചാലും കണ്ണിൽ കൂടെ വെള്ളം വരത്തില്ല. ഹലോ, 150-ൻ്റെ വാങ്ങിക്ക്, ഒരു 5-6 കാണത്തുള്ളൂ, നല്ലതാ. കുടലിനകത്തുനിന്ന് പുണ്ണ് വരത്തില്ല, പ്രശ്നം ഉണ്ടാകത്തില്ല. മറ്റതെല്ലാം പ്രശ്നക്കാരാ. അവിടെ നിർത്തുകയാ. നോക്കിക്കേ, ഈ ദൂതൻ അവിടെ വന്നിട്ട് 19-ാം വാക്യത്തിൽ അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സാകൊണ്ട് അവളെ നിഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. നിന്നെ എത്ര പ്രാവശ്യം മൊഴിചൊല്ലി കളയാൻ വേണ്ടി ശത്രു ഒരുക്കിയെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും വിവാഹ ജീവിതത്തിൽ പ്രായം കുറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എത്ര പ്രാവശ്യം മൊഴിചൊല്ലി കളയാൻ നോക്കി. ഇന്ന് ഒരു കൂട്ടിലെ കിളികളെ പോലെ, ഒരു കിളിക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കുന്ന കിളികളായിരിക്കുന്നത്. അവരുടെ മുഖത്തോട്ടൊന്ന് നോക്കിപ്പാര്, എന്തൊരു സന്തോഷവും നോക്ക്. എന്തെങ്കിലും തുമ്മലുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ വിളിക്കും, പാസ്റ്റേ അച്ഛൻ തുമ്മലാണ്. ഒരു തുമ്മലിന് ഇത്രയും പ്രയാസമാണെങ്കിൽ, ഹലോ, ഇതുവരയ്ക്കും എനിക്ക് തോന്നുന്നു പാസ്റ്റർമാരൊന്നും കുടുംബജീവിതത്തിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ എന്നേ പിരിഞ്ഞനെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലേക്ക് നിയോഗം പ്രാപിച്ച ദൈവവൈതൽ ഈ രാത്രി ചിന്തിക്കേണ്ട ഒരു ഭാഗം, നിയോഗത്തിലൂടെ ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന ആമേൻ, തന്റെ ദാസനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കയറി വരുന്ന ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന ആമേൻ യോസേഫിന്റെ നടുവിൽ നിഗൂഢമായി ചിന്തിച്ചു. ഒരു നിഗൂഢത തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. നിഗൂഢത. ഈ നിഗൂഢതയ്ക്കകത്ത് നിന്ന് ദൂതൻ രാത്രി ഇറങ്ങി. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. നിങ്ങൾ ഹൃദയത്തിൽ ആലോചിക്കുന്നത് ദൂതൻ അറിയും. നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ദൂതൻ അറിയും. ദൂതൻ ഓൺ ദ സ്പോട്ടിൽ ഒരു ദൂതനെ പോലെ ഒരു ഫോൺ കോൾ വരും. അഭിഷക്തനെ, കർത്തദാസനെ, എവിടെയാ? ജോലിക്ക് പോവുകയാണോ? എവിടെയാ നിങ്ങളുടെ എന്താ പരിപാടി? നിങ്ങളുടെ ഫോണിൽ ഒരു കോൾ വരുന്നെങ്കിൽ, ഒരു ദൈവദാസനോ ഒരു ദൈവമക്കളോ ഒരു വിശ്വാസിയോ ഒരാളോ വിളിക്കുന്നെങ്കിൽ അത് വെറുതെ വിളിക്കുന്നതല്ല. ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള പരവേശം, ആ നിഗൂഢത, അത് വളർത്തുവാൻ ഇടയാക്കാതെ അത് അവിടെ വച്ച് തന്നെ നശിപ്പിച്ചു കളയാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുമെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്.
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്ന ദൈവഭക്തന്മാർ ഇന്ന് രാത്രി ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. പരിശുദ്ധാത്മാവ് അറിയാതെ ഈ ഭൂപരപ്പിൽ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കേ. അവൻ എന്ത് ചെയ്തു? അവളെ ഉപേക്ഷിക്കാൻ ഗൂഢമായി അവൻ ചിന്തിച്ചു. അവന്റെ ഉള്ളിൽ ഭാവിച്ചൊരു ഭാവം വന്നു, എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് ഒഴിവാക്കണം. അതുകൊണ്ടല്ലേ കഷായം കൊടുത്തത്. കഷായം പാസ്റ്റേ, കഷായം. അതിനുശേഷം സഹോദരന്മാരൊക്കെ ഒന്ന് രൂപാന്തരപ്പെട്ടു. ഭാര്യ തരുന്ന ഒന്നും പെട്ടെന്ന് വാങ്ങിച്ചു കുടിക്കത്തില്ല, പട്ടിക്ക് കൊടുക്കും ആദ്യം. പട്ടിക്ക് കൊടുത്തിട്ടാണ് കുടിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്താ ഈ ചായ ഒന്നും മാറ്റി വെച്ച് ഈച്ചയ്ക്ക് കൊടുത്തത്? ഈച്ച ചാവയാണെങ്കിൽ അറിയാം എന്നെ കൊല്ലാൻ വേണ്ടി കഷായം കഴുകിയിട്ടുണ്ട്. ചുമ്മയൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ നടന്ന കാര്യങ്ങളാ. സ്തോത്രം. ഒരു 1.5 വർഷം അതിൻ്റെ പിന്നാലെ ആയിരുന്നു. എല്ലാവരും പേടിച്ചുപോയി. ഇത് വെറുതെ ഒന്നും വന്നതല്ല കേട്ടോ, ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. ആണ്ടോ, ആമേൻ. അതുവരെ തേനെ പോന്നെ ഐസ്ക്രീം പാർലറിലും കടയിലും ഒക്കെ നിർത്തി കപ്പലിന്റെ മുട്ടായും പൊരിയുണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആമേൻ ഈ സഹോദരിയെ ആമേൻ ഏറെക്കുറെ സ്നേഹിച്ചങ്ങ് ഉറപ്പിച്ച്, ഞാൻ നിന്റെ കരളാണ്, ഞാൻ നിന്റെ ചങ്കാണ്, നീ ഇല്ലെങ്കിൽ ഞാനില്ല, നീ ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് മറിയേ എന്നൊക്കെ പറഞ്ഞ് പഞ്ചാര വാക്കെല്ലാം പറഞ്ഞ ശേഷം എന്നിട്ട് പറഞ്ഞെന്താണ്? നീ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉപ്പില്ലാത്ത കപ്പലണ്ടി പോലെയാണ് എന്നെല്ലാം പറഞ്ഞ് ഇവരെ വിസ്മയത്തിന്റെ കൊമ്പിൽ കൊണ്ട് കയറ്റി നിർത്തിയിട്ട് പറയാ ഇവളങ്ങ് ഉപേക്ഷിച്ച് കളയാം. സഹോദരന്മാരെ, നിങ്ങൾ കുടുംബമായവരെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ചെറിയൊരു കുഞ്ഞു പൊതി കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവന്ന് ഭാര്യയുടെ കൈ കൊടുക്കണം. അമ്മയോ അപ്പനും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഓരോ പൊതി കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് പറയാൻ ഒരു ദൂതുണ്ടാവും, വചനം ഉണ്ടാവും. അത് പാസ്റ്ററെ അത് ശരിയല്ലല്ലോ, ഭാര്യയും അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരാനല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്? നിന്റെ അപ്പൻ്റെ വീട് കഴിഞ്ഞല്ലേ നീ അങ്ങോട്ട് ഭാര്യയുടെ അടുത്തോട്ട് പോണേ? ഒന്ന് കൊടുത്തിട്ട് പോ ഒരു പൊതി. അദ്ദേഹത്തിന് മനസ്സൊന്ന് സന്തോഷിക്കട്ടെ. പരി വളർത്തിയില്ലേ, അവരെന്തോ ആയിക്കോട്ടെ, എന്തൊക്കെ അവർ പ്രവർത്തിക്കട്ടെ. സ്തോത്രം. നോക്കിക്കേ 20-ാമത്തെ വാക്യം. ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷന്. നേരിട്ടൊന്നും ചിലപ്പോൾ ദൂതൻ അടിക്കണമെങ്കിലോ, അത്ര തീഷ്ണതയുണ്ട്. എങ്ങനെയെങ്കിലും ഇവളെ പൊട്ടിച്ച് കളഞ്ഞിട്ട് അടുത്ത വേറെ പെണ്ണ് കെട്ടാനുള്ള പരിപാടിക്ക് യോസേഫ് തണ്ടും തടിയെടുത്ത് അങ്ങനെ പയ്യന്മാരെല്ലാം വട്ടക്കൂട്ടി ഇരിക്കുക. ഇവളെ എങ്ങനെയെങ്കിലും തട്ടിക്കളയണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ദൂതൻ ചില കുടുംബത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാ. കുമിള പോലെ ഇരിക്കുന്ന ചില വിഷയത്തിന്റെ മധ്യത്തിൽ തകർത്തുടയ്ക്കുമെന്ന് തീർത്ത് കളയുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങുമെന്ന് ഇന്ന് രാത്രി. ദൂതനെ കൊണ്ട് കഴിയും, ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. ഒരു വ്യക്തിയെ കൊണ്ടും കഴിയത്തില്ല, ദൂതന് കഴിയും. ഇന്ന് രാത്രി പറ, ദൂതന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ദൈവത്തോട്, ദൈവമേ നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ, സ്തോത്രം, ദൂതന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും കേട്ടോ. നിങ്ങൾ അനുഭവിക്കണം. നിങ്ങളുടെ ഓരോ സ്പന്ദനങ്ങളിൽ ദൂതന്റെ സാന്നിധ്യം നിങ്ങൾ അറിയണം. നിങ്ങൾ കാത്തിരിക്കണം. ദൂതന്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ദൂതന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാ. നിങ്ങൾ രാത്രി സ്വപ്നത്തിൽ നിങ്ങൾ കാണണം, ദൂതൻ എന്നോട് സംസാരിക്കുന്നു. നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദൂതൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണാൻ കഴിയും. അങ്ങനെ യാത്ര ചെയ്തോ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ജനിച്ചത് ചെറുതൊന്നും അല്ല കേട്ടോ. ആമേൻ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ആമേൻ. ഭാര്യയും ഭർത്താവും നല്ല ബ്ലാക്ക്, കുഞ്ഞ് വെളുപ്പ്. കൂട്ടുകാരെല്ലാം പറഞ്ഞു കൊടുത്തു. ബീച്ചിലല്ലേ കൊണ്ടുപോകുന്ന പൈനാപ്പിൾ എല്ലാം കൊണ്ട്, മാങ്ങയെല്ലാം കീറിക്കൊണ്ട്. അപ്പൊ സായിപ്പ്മാരെ കുഞ്ഞായിരിക്കും. അതിനെ തീർത്തത് എങ്ങനെയെന്നറിയാമോ? ആ സംശയം തീർത്ത് എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ ആരെങ്കിലും വെറ്റില ചവച്ചിട്ടുണ്ടോ? മുറുക്കാൻ ചവച്ചിട്ടുണ്ടോ? വെറ്റില പുകയില വാക്കകത്ത് ചവച്ച് തുപ്പുന്നേ വെറ്റില, ചുണ്ണാമ്പ്, പാക്ക്, പുകയില,
അതിലെന്തൊക്കെ ചേരും എല്ലാം കൂടെ ചുരുട്ടി മടക്കി ഭർത്താവിൻ്റെ വാക്കകത്ത് വെച്ച് കൊടുത്തു. പലതും പല കളറാ, ചവച്ച് തുപ്പിയത് ഒറ്റ കളറാ. പ്രൈസ് ദി ലോർഡ്. പലതും അങ്ങനെയുള്ള ധാരണയിൽ പോയി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ കുടുംബത്തിനകത്ത് ദൂതൻ ഇറങ്ങിയില്ലായിരുന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ തന്റെ ജീവിതത്തിനകത്ത് വരുന്ന സകലതും സ്തോത്രം വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് പോകുമായിരുന്നു. എന്നിട്ടും പറഞ്ഞില്ലേ, അപവാദം യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇല്ലേ? അപവാദത്തിന്റെ കൂമ്പാരമായിരുന്നില്ലേ? അതിലൊന്നും ഏക്കുന്നില്ല എന്ന് കണ്ടിട്ട് അപ്പന്റെ ജോലിയെ കയറി പിടിച്ചില്ലേ? തച്ചന്റെ മകനെന്ന് പറഞ്ഞില്ലേ? അതിലൊന്നും ഏക്കാതെ വന്നപ്പോ പലതും പറഞ്ഞില്ലേ? പിശാചെന്ന് പറഞ്ഞില്ലേ? ഭൂതമെന്ന് പറഞ്ഞില്ലേ? ഭ്രാന്തനെന്ന് പറഞ്ഞില്ലേ? യവൻ ദൈവദൂഷണം പറയണമെന്ന് പറഞ്ഞില്ലേ? എന്താ? ഒതുക്കിക്കളയാൻ. നാളെ നിനക്കൊരു ഫീച്ചർ ഉണ്ടെങ്കിൽ അതിനകത്ത് എത്തിപ്പെടാതിരിക്കാൻ പല കുതന്ത്രങ്ങളും മെനഞ്ഞ് ഹൃദയത്തിനകത്തവൻ സ്ഥാപിച്ച് നിന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ശത്രു കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ, ഹലോ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞേ, ഇന്ന് രാത്രി ദൂതായി കൈമാറുകയാ. നിന്റെ വിഷയം, നിന്റെ ആവശ്യബോധങ്ങൾ മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നതിനേക്കാൾ മുഴങ്കാലിൽ നിന്ന് യേശുവിനോട് പറ. ഇന്ന് രാത്രി ദൂതൻ നിന്നെ സഹായിപ്പാനായി ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. Hallelujah. Praise the Lord. Hallelujah. 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 രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താലും മദനത്താലും ജയമെടുക്കുന്നു. ഇന്ന് രാത്രി കുടുംബജീവിതങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക ശക്തികളും ഇന്ന് രാത്രി തകർന്നുടയട്ടെ. അടബൽ കമനവരകതുനി വേദപരാജകൾ പ്രൗഢപരക്ഷ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയോഗങ്ങൾ വെളിപ്പെടട്ടെ, നിയോഗത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ, ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ സ്പന്ദനം ഹൃദയതലങ്ങളിൽ പതിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഈ രാത്രിയിൽ അനുഭവിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജനിച്ചവൻ ലോകത്തെ രക്ഷിക്കാനായി, ലോകത്തെ ഉള്ള ജനത്തിന് മറുവലയായി ജീവനെ കൊടുക്കാനാണ് ഒരുത്തൻ ജനിച്ചിരിക്കുന്നത്. അവിഹിതത്തിലല്ല, ശാരീരിക ബന്ധത്തിലല്ല, ദൂതൻ മുഖാന്തരം, പരിശുദ്ധാത്മാവ് മുഖാന്തരം ഉളവായതാണ്. ആമേൻ. വേറൊരാളിനെ കൂടെ പരിചയപ്പെടുത്തരാം. വചനമൊന്നും വായിക്കണ്ട. നിമ്രോദ് എന്നൊരു വ്യക്തി അറിയാമോ? നിമ്രോദ് നമ്മളെല്ലാം പഠിച്ചവരാണ്, ഇല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന. നിമ്രോദ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. നിമ്രോദ് മരിച്ചു കഴിഞ്ഞപ്പോൾ നിമ്രോദിന്റെ ഭാര്യ ഗർഭം ധരിച്ചു. ആ ഭാഗം വായിച്ചിട്ടുള്ളവർക്കായി സ്തോത്രം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കണം. നിമ്രോദിന്റെ ഭാര്യ ഗർഭം ധരിച്ചു. അവിടെ ഉള്ള എല്ലാവരും പറഞ്ഞു നിമ്രോദ് അവളുടെ ഉദരത്തിൽ ഉരുവായെന്ന്. ഹലോ, അവളുടെ ഉദരത്തിൽ. അതല്ല ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ ഉലകത്തെ നയിക്കാൻ ഒരു നായകൻ വേണം, ഒരുത്തൻ വേണം. അവന് ഇന്ന് രാത്രിയിൽ ആദ്യം മുതൽ തന്റെ ആദമ്യ വർഗത്തിന് നഗ്നരായപ്പോൾ അവിടെ യാഗമായി ആ തോല് കൊണ്ട് ജനത്തെ ഉടുപ്പിച്ച് നഗ്നത മാറ്റിയ ശേഷം ഉലകത്തിന് നായകനായി പിന്നെയും അവതരിച്ച് ശ്രേഷ്ഠ പുരോഹിതനായി 100% മനുഷ്യനും 100% ദൈവം ഈ ഭൂമിയിൽ 33 തിരുവയസ്സു വരെ ജീവിച്ചിരുന്നു. 30 വയസ്സു വരെ കാര്യാദികൾ ചെയ്യുകയും 3.5 വർഷം ശുശ്രൂഷ ചെയ്ത് പിതാവ് പറഞ്ഞ പ്രകാരം നിത്യതയിൽ ചേർക്കപ്പെട്ട വലത്തുഭാഗത്തിരുന്ന് ശ്രേഷ്ഠ പുരോഹിതനായി സകലജനത്തിന് മധ്യസ്ഥനായിരിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിച്ചോ? സ്തോത്രം. മതിയെന്നേ. വലിയ രജിസ്റ്റർ നമുക്ക് വേണ്ട, വലിയ രജിസ്റ്റർ നമുക്ക് വേണ്ടെന്നേ. കേവലം 3.5 വർഷം കർത്താവിൻ്റെ പ്രവൃത്തിയിൽ ഇറങ്ങി നിൽപ്പാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നോക്കിക്കേ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കന്യകയായ സഹോദരി, വിവാഹ നിശ്ചയം ചെയ്ത സഹോദരി ഗർഭിണിയായി ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ അതിനു മുമ്പേ ഉള്ള പ്രശ്നം കണ്ടോ? അവിടെ എല്ലാം ശാന്തമായി നടക്കുമ്പോൾ കുടുംബജീവിതത്തെ ഭദ്രമാക്കി അവളെ ചേർത്തു പിടിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിപ്പറഞ്ഞു. ചേർത്തു പിടിച്ചു അവളെ.
അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തിന് അവരുടെ പാപങ്ങൾക്കും പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിനും, പ്രൈസ് ദി ലോർഡ്, നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അതാണ് ദൂത്. മകനെ പ്രസവിച്ചു. മകൻ, ആദ്യത്തെ ദൂത് പ്രവാചകൻ പുറത്തു വരികയാണ്. ആദ്യത്തെ ദൂത് പറഞ്ഞ് മനസ്സിലായോ? ആരാ ദൂതനാ പറഞ്ഞ്? കന്യകയാണ്. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിക്കും. മകനെ പ്രസവിക്കും. ആമേൻ, സ്തോത്രം. അവന്റെ പേര് യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കപ്പെടുമ്പോൾ അതിനകത്ത് പേരുകളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഇമ്മാനുവേൽ, ആമേൻ, സ്തോത്രം. അവൻ യഹോവ റാഫ എന്ന് തുടങ്ങിയ പേരുകൾ, ആമേൻ, സ്തോത്രം. യഹോവ നിസി, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി അവൻ എന്തൊക്കെ പേര് വർണ്ണിക്കാൻ കഴിയുമോ അതെല്ലാം പ്രവാചകനായിരിക്കുന്ന, ആമേൻ, സ്തോത്രം, യെശയ്യാപ്രവാചകൻ 9-ാമത്തെ അധ്യായത്തിൽ അവൻ വിളിച്ചു പറയുമ്പോൾ, ആമേൻ, യെശയ്യാവ് 2 പറയുന്നു. യെശയ്യാവിൽ, ആമേൻ, സ്തോത്രം, വിളിച്ചു പറയുന്നത്, ആമേൻ, സ്തോത്രം, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരുത്തൻ പൊട്ടി വരും. അവൻ ആരെന്നറിയാമോ? അവൻ അത്ഭുത മന്ത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഇന്ന് രാത്രി ചിലത്, ആമേൻ, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവൻ വേഷത്തിലെ മനുഷ്യനായി ഈ രാത്രിയിൽ നിന്റെ മധ്യേ അഭിഷക്തയെ നിങ്ങളുടെ മധ്യേ ഇറങ്ങി നിൽക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുകയാ. ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇതിനകത്ത് വെളിപ്പെടുകയാ. പരിശുദ്ധാത്മാവ് ഇതിനകത്ത്, ആമേൻ, സ്തോത്രം, ആമേൻ, ഇറങ്ങി വരികയാ. ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ഇന്ന് രാത്രി ആയിരിക്കുമെങ്കിൽ അതേ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആത്മാ വിളിച്ചു പറയുക, ആമേൻ, അവന്റെ പേര് ഇന്ന് രാത്രി, ആമേൻ, പരിശുദ്ധൻ, 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 ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന, ആരാധിക്കുന്ന ദൂതന്മാരുടെ നടുവിൽ ആരാധന പുരുഷനായി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ആരാധിക്കൂ. ആരാധന പുരുഷനായ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടാരത്തിനകത്ത് ദൂതൻ ഇറങ്ങി വരും. പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് പുറത്തു കൊണ്ടുവരാൻ അവൻ സർവശക്തൻ. ഹല്ലേലൂയ. പ്രശ്നം ഉണ്ടാക്കാനല്ല, പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ. പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അവിടെ എല്ലാം നമ്മൾ സൈലന്റ് ആയാൽ മതി. ഒന്ന് സൈലന്റായി ദൈവ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിക്കപ്പെട്ടാൽ അതിനകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തൊരു അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ആമേൻ. മത്തായി സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ, ആമേൻ, ഒരു ദൂത്, ആമേൻ, വ്യക്തമായി ഒന്ന് വിളിച്ചു പറയുന്നു. നോക്കിക്കേ, ഒന്ന് വായിച്ചേ. ആമേൻ. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ദൂതൻ അവിടെ ഇറങ്ങി. ദൂതൻ ഇറങ്ങി പറഞ്ഞെന്നറിയാമോ? ആമേൻ. അവർ പോയ ശേഷം, ആര് പോയ ശേഷം എന്നറിയാമോ? അതറിയണമെങ്കിൽ 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഹെരോദാവ് അയച്ച, ഹെരോദാവിന്റെ അടുക്കലേക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോയപ്പോഴാണ് ദൂതൻ ഇറങ്ങിയത്. എല്ലായ്പ്പോഴും ദൂതൻ ഇറങ്ങത്തില്ല. പ്രശ്നക്കാരനല്ല കേട്ടോ ദൂതൻ, പ്രശ്നം സോൾവ് ചെയ്യുന്നവനാ. ഹെരോദാവിന്റെ ദൂതന്മാരെ അയച്ചു എന്ന് വെച്ചാൽ ഹെരോദാവിന്റെ പടയാളികളെ വാളും കുന്തവും പരിചയം കൊടുത്ത് ആമെ കൊന്നുകൊണ്ടുവരാൻ വേണ്ടി അയച്ചതാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരൊക്കെ ആമെ ജനിക്കുമ്പോൾ ചിലർ ഇരിപ്പിടങ്ങൾ പൊളിയും. സ്തോത്രം. ചിലത് ഉദരത്തിനകത്ത് ഉരുവാകുമ്പോൾ ചില ഇരിപ്പിടങ്ങൾ പൊളിയും. ഹല്ലേലൂയ. ചിലത് ഗർഭിണിയാകുമ്പോൾ തന്നെ ചില, ആമേൻ, അധികാര കസേരകൾ ചലിക്കാൻ തുടങ്ങും. കാരണം സകലത്തിന്റെ ഉടമസ്ഥൻ ജനിക്കുകയാണ്. സകലത്തെയും ഭരിക്കുന്ന ഭരണാധികാരി ജനിക്കുമ്പോൾ ചില ഇരിപ്പിടങ്ങൾ, നാളുകളായി ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ചലിക്കാൻ തുടങ്ങും. അതിന്റെ പ്രവർത്തികൾ, ആമേൻ, 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 സ്വതന്ത്ര അസ്തമിക്കാൻ തുടങ്ങും. അപ്പോഴവർ മന്ത്രവാദികൾ വിളിച്ചിട്ട് പറയുക, ആമേൻ, ഒന്ന് പ്രശ്നം വെച്ച് നോക്കിക്കേ, ഒന്ന് മഷിയിട്ട് നോക്കി,
നോക്കിക്കേ, എന്തൊക്കെ സംഭവിക്കുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന ഒന്നും ഞാൻ പറയുന്ന ഒന്നും അതുപോലെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശകുനവാദികളും മന്ത്രവാദികളും ഹേരോദാവിന്റെ കൊട്ടാരത്തിനകത്ത് ആമേ തീറ്റി പോറ്റുന്ന ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഒരു കൂട്ടം പന്നിക്കൂട്ടങ്ങളെ പോലെ ആമേൻ ആർത്തിയോടെ കിടക്കുന്ന ഒരു കൂട്ടം മന്ത്രവാദികൾ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരുത്തൻ ജനിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ ജനിച്ചിട്ടുണ്ട്, അവനെ തകർക്കണം. ആമേൻ. നിന്റെ ജീവിതത്തിൽ ആത്മാവ് ഇടപെടുമ്പോൾ നിന്നെ തകർക്കാനായി കുതികാൽ ഉയർത്തുന്ന പതിയിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് മാത്രമല്ല, ഉദരത്തിൽ ഉരുവാകുന്നത് പുറത്തു വന്നാൽ ദേശം പിടിച്ചടക്കും, ദേശത്തിലെ തലവനായി മാറും, ദേശത്തിലെ അധികാരിയായി മാറും, കുടുംബത്തിലെ അധികാരസ്ഥാനം ഏറ്റെടുക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആലയങ്ങളുടെ യഹൂദന്മാരുടെ രാജാവായി മാറിക്കഴിയും എന്ന് തുടങ്ങി ആലോചന രാജകൊട്ടാരത്തിൽ ലഭിച്ചപ്പോൾ തന്നെ കൊല്ലാൻ ആള് വിട്ടെങ്കിൽ ഇന്ന് രാത്രി ദൂത് പറയാ, നിനക്കൊരു തലമുറ ഉരുവാകുമ്പോൾ തന്നെ അതിനെ കൊന്നുകളയാൻ, അതിനെ നശിപ്പിച്ച് കളയാൻ ദുഷ്ടൻ ആള് വിടുന്നത് പോലെ ഇന്ന് രാത്രിയിൽ എവിടെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ അധികാരങ്ങൾ നീ കാണരുത്, അധികാരസ്ഥാനം പുറത്തു വരരുത്, നീ അധികാരത്തിൽ നിൽക്കരുത്, നീ അധികാരത്തിൽ നിന്റെ കുടുംബം ഉറയ്ക്കരുത് എന്ന് പറഞ്ഞ് കൊല്ലാൻ ആള് വിട്ട ഹേരോദാവിന്റെ സമർത്ഥന്മാരായ യോദ്ധാക്കൾ മടങ്ങിപ്പോയപ്പോൾ സ്തോത്രം അവര് മടങ്ങിച്ചെന്നു. ഹേരോദിന്റെ അടുക്കലേക്ക് മടങ്ങി ആമേൻ പോകുന്നു. അവര് ഹേരോദിന്റെ അടുക്കലേക്ക് ഒരു മടങ്ങിപ്പോയി. പോയ സമയത്ത് ആമേ സ്തോത്രം ഇവർ എങ്ങനെ ഒന്നറിയുമോ? ആമേ സ്തോത്രം ഇവർക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. അവർ വേറെ വഴിയായി സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. ഇങ്ങനെ പോയി വേറൊരു വഴി. ചിലപ്പോഴൊക്കെ നമുക്ക് വഴി തെറ്റാറില്ലേ? അല്ലേ? ആമേ. നമ്മൾ ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ വഴി തെറ്റാറില്ലേ? എൻ്റെ പൊന്നെ, എൻ്റെ അപ്പൻ പുക്കറ്റ് കുടിച്ചുകൊണ്ട് വരുമ്പോൾ ചോദിക്കും, എൻ്റെ വീട്ടിൽ പോണ വഴി ഏതാ? എൻ്റെ അപ്പൻ ചോദിക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ പോകുന്ന വഴി ഏതാ? വീടുകളെല്ലാം ഒരുപോലെ ഇരിക്കുക, മതിലുകളൊന്നുമില്ലല്ലോ. വീട്ടിൽ പോകുന്ന വഴിയൊന്ന് പറഞ്ഞു തരുമോ? ഇതാണ് വീട്. ഇതല്ല വീട്, ആ വീടാ. സ്തോത്രം. ആമേൻ. ഇത് മദ്യപിച്ചുകൊണ്ട് വരുന്നതല്ല ഈ ദൂതൻ, ഇത് മദ്യപിച്ചുകൊണ്ട് പോകുന്ന ദൂതനല്ല ഇത്. ഇതേ ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുക, ഇതുവഴി നീ പോകരുത്, വഴി മാറിപ്പയ്ക്കോ. ഇന്ന് രാത്രി ചിലപ്പോഴൊക്കെ എനിക്ക് നിനക്ക് വഴി മാറ്റിവിടും. പലപ്പോഴൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വഴി മാറിപ്പോകും. ഒരു ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കിലോമീറ്ററുകൾ നമ്മൾ സഞ്ചരിച്ച് മടങ്ങി വരേണ്ടി വരും. കുഴപ്പമില്ല കേട്ടോ. ആ ട്രാക്ക് മാറ്റിവിട്ടത് ഗൂഗിൾ മാപ്പ് അല്ല. നമ്മളെ മനഃപൂർവ്വം ആ ട്രാക്ക് ദൈവം മാറ്റിവിട്ടതാ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മെ ദൈവം ആ ട്രാക്ക് മാറ്റിവിട്ടത് തിരിച്ച് ആ ട്രാക്കിലേക്ക് നീ കിലോമീറ്ററുകൾ കഴിഞ്ഞ് ആ ട്രാക്കിലേക്ക് നീ വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ നീ ഇതുവരെ കാണാത്ത, നിന്റെ ജീവിതത്തിൽ നിന്റെ ആയുസ്സിൽ കാണാത്ത ഒരു അനർത്ഥം ആ ട്രാക്കിൽ, അതേ സ്ഥലത്ത് നീ തിരിയേണ്ട ഭാഗത്ത് വലിയൊരു അനർത്ഥം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാ. അതിനെ മാറ്റിവിടാൻ വേണ്ടിയാ ദൈവം നിന്നെ ചില കിലോമീറ്ററുകൾ ചുറ്റിച്ചത്. ഇന്ന് രാത്രി യോസേപ്പേ, നീ പേടിക്കണ്ട, നിന്റെ യാത്ര ശുഭമായി തീരും. നിന്റെ കൈക്കുഞ്ഞിനെ ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ചില ഇരിപ്പിടങ്ങളെ പൊളിക്കാൻ വേണ്ടിയാ എന്റെ നിയോഗപ്രകാരം ഹേരോദാവ് പുറത്തു വന്നിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി എന്റെ നിയോഗപ്രകാരം നീ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഈ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല, നിന്റെ ശുശ്രൂഷകളൊന്നും സംഭവിക്കത്തില്ല, നിന്റെ കുടുംബജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. ഇനിയും തലമുറകൾ ഉണ്ടാകും. ഇനിയും തലമുറ ഈ കർത്താവിന്റെ ദാസിയിൽ നിന്ന് നിന്റെ ശാരീരികമായ ബന്ധത്തിൽ കൂടെ ഇനിയും തലമുറകൾ പുറത്തു വരും. നീ ചേർത്ത് പിടിച്ചോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കൂ. ആമേൻ. സ്തോത്രം. ഈ കർത്താവിന്റെ ദൂതൻ വരുന്നതിന് തൊട്ടു മുൻപ് നക്ഷത്രം കണ്ടു. അവര് നക്ഷത്രം കണ്ടു. ഈ നക്ഷത്രം കാണുമ്പോൾ ഒരു പ്രത്യേകത, രാജാവ് ജനിക്കുന്ന ഉള്ള സ്ഥലത്താണ് എന്ത് വരുന്നത്? നക്ഷത്രം വരുന്നത്. ഹലോ, രാജാവ് നിൽക്കുന്ന ഭാഗത്തെ നക്ഷത്രം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ആമേൻ, ഇതുവരെ കാണാത്ത നക്ഷത്രം ഇന്ന് രാത്രി, ഇതുവരെ കാണാത്ത ഒന്ന് ആകാശത്തിൽ നിൽക്കുകയാണ്. സ്തോത്രം. ഇതുവരെ ഹേരോദാവോ മന്ത്രവാദികൾക്കോ ഗണിക്കാൻ കഴിയാത്ത ഒന്ന് അന്തരീക്ഷത്തിൽ ഉളവായി നിൽപ്പുണ്ട്. നക്ഷത്രം. 10-ാം വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു.
പ്രൈസ് ദി ലോർഡ്. ആമേ വിദ്വാൻമാർ ഇറങ്ങി പുറപ്പെട്ടു. രാജാവിനെ കാണാൻ പോകുമ്പോഴുള്ള ചടങ്ങ് പൊന്ന്, മോര്, കുന്തിരിക്കം, ഇത് മൂന്നും കൊണ്ടുപോകണം. ഇത് മൂന്നും അവരെ കയ്യിലുണ്ട്. നിക്ഷേപ പാത്രങ്ങൾ തുറന്നു. പ്രൈസ് ദി ലോർഡ്. 11-ാം വാക്യം. ആ വീട്ടിൽ ചെന്ന ശിശുവിനെ അമ്മയെയും മറിയയുടെ കൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങൾ തുറന്നു. അവന് മോര്, കുന്തിരിക്കം, സ്തോത്രം, പൊന്ന്, മോര്, കുന്തിരിക്കം കാഴ്ചവെച്ചു. നോക്കിക്കേ, ഹേരോദാവിന്റെ കാൽക്കീഴിൽ കൊണ്ടുവയ്ക്കുന്ന അതിനേക്കാൾ ശ്രേഷ്ഠകരമായി ഒരു നിക്ഷേപപാത്രം. ഹല്ലേലൂയ. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ പൈമ്പൽ ധരിച്ചിരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ കൃപയിലായിരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെയും എന്നെയും നടത്തുന്ന ഒരു ദൂതൻ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത്, തലമുറയില്, നിന്റെ കുടുംബ ജീവിതത്തില്, നിന്റെ യാത്രയില്, ദൈവത്തിന്റെ ആത്മീക ഭൗതിക മണ്ഡലത്തിൽ നിന്നുള്ള അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നിയോഗപ്രകാരം ഒരുത്ത നിർദ്ദേശത്ത് കാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദൂതനെ അവിടെ ആക്കി വെച്ചിട്ടേ വരത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, നിന്റെ തലമുറ ജനിച്ചു. നിന്റെ തലമുറ ജനിച്ച സമയം മുതൽ നിന്നെ കൊന്നുകളയാൻ, നിന്നെ തകർത്ത് കളയാൻ, അവരും ജനിച്ചല്ലോ ഒരു തലമുറ, ഇത് അങ്ങനെ പോകൂ, ഇങ്ങനെ പോകൂ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒതുക്കി കേട്ടാൻ ശത്രു ഉന്മൂല നാശം ചെയ്യാൻ നിന്നപ്പോഴും അതിന്റെ നടുവിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആലോചനയായി, ദൂതായി, പ്രവചനമായി വിളിച്ചു പറയുന്നു, കർത്താവിന്റെ അഭിഷക്തന്മാരെ, തലമുറ ജനിച്ചിരിക്കുന്നത് അത് ശാരീരിക ബന്ധത്തിലാണെങ്കിൽ പോലും നിയോഗപ്രകാരമാ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ തകർത്ത് കളയാൻ ഒരിക്കലും ഒരു വ്യക്തിക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ തലമുറകൾക്ക് ദൈവം ആയുസ്സും ദീർഘായുസ്സും കൽപ്പിക്കുന്നെങ്കിൽ സൗന്ദര്യമുള്ള കുഞ്ഞായി, ആരോഗ്യമുള്ള കുഞ്ഞായി, പച്ചയും പുട്ടിയുമുള്ള കുഞ്ഞായി പുറത്തു വരണമെന്ന് അഭിഷക്തന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി ആ പ്രാർത്ഥനയൊന്നും ഈ യേശു കർത്താവിന് കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടെ പറയുന്നത് ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ പിതാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അല്ലേ? ആമേൻ. സ്തോത്രം. ഹേരോദാവ് അയച്ച വിദ്വാൻമാരെല്ലാം തിരിച്ചുപോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി എന്താ ജോബി, നിന്റെ കാര്യങ്ങൾ അറിയാൻ രഹസ്യമായി ചില വിദ്വാൻമാരെ അയച്ചിട്ടുണ്ടോ? നിനക്കത് മനസ്സിലായിട്ടുണ്ടോ? രഹസ്യമായി നീ പോകുന്ന ഇടം, നിന്റെ പദ്ധതികൾ, നീക്കങ്ങൾ, നിന്റെ സകല ഇടപാടുകളും അറിയുന്ന സകലത്തെയും ചെക്ക് ചെയ്യാൻ വേണ്ടി ദൂതൻ ചിലരെ അയച്ചിട്ടുണ്ടോ? രഹസ്യമായി. കേട്ടോ ജോബി, രഹസ്യമായി നിന്നെ പിന്തുടരുന്ന ചില വ്യക്തികളുണ്ട്. രഹസ്യമായി നിന്റെ എഴുന്നേൽപ്പ്, നടപ്പ്, പോക്ക്, നിന്റെ ചലനങ്ങൾ സകലത്തെയും അറിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ ചില പൈശാചിക ദൂതന്മാരെ, നിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് കണ്ടുപിടിക്കാൻ, നീ മുമ്പിലോട്ട് വയ്ക്കുന്ന സ്റ്റെപ്പുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ, ഒന്നുപോലും നിറവേറരുതെന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന ചില പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ദൈവാത്മാവ് തുടച്ചു മാറ്റുകയാ. ശംഭവരാജകൾക്കനാദി കണ്ടോ? സ്തോത്ര. സ്തോത്ര. ഹേരോദാവ് വിദ്വാൻമാർ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. സൂക്ഷ്മമായി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ശത്രുക്കൾക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ചോദിച്ചറിയാനും കണ്ടുപിടിക്കാനും പോകുമ്പോൾ കമ്മീഷനൊന്നും വാങ്ങത്തില്ല. കാരണം അത് അവരെയും കൂടെ ലക്ഷ്യമാണ്, ഇതിനെ തകർക്കണമെന്ന്. സ്തോത്രം. അത് അവരെയും കൂടെ ആവശ്യമായിട്ട് അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, 8-ാം വാക്യം പറയുന്നു, അവരെ ബത്ലഹേമിലേക്ക് അയച്ചു. ഞങ്ങൾ ചെന്ന ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പാൻ കണ്ടെത്തിയാൽ. സ്തോത്രം. നോക്കിയേ, സൂക്ഷ്മമായി അന്വേഷിപ്പിപ്പാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, എവിടെയെല്ലാം പോയി നോക്കിയേ, അന്വേഷിച്ച് കണ്ടെത്താൻ പോയിരിക്കുക. എല്ലാരെയും കണ്ട് ആമേൻ. സ്തോത്രം. അവരെ കാര്യാദികളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ പോയിരിക്കുക. സ്തോത്രം. ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്ന് അറിയിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം.
പ്രൈസല്ലോ. ആരാ? ഹേരോദാവ് പോണം, കാര്യങ്ങളെല്ലാം അറിയണം, അടുത്ത പരിപാടി കൊന്നുകളയാനുള്ള കൽപ്പന പുറപ്പെടുവിച്ച സമയത്താണ് മോശ ജനിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടും ഒരേ സമയമാണ് കേട്ടോ. രണ്ടും ഒരേ കാലഘട്ടമാണ്. പഴയ നിയമത്തിൽ 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങൾ എവിടെ എറിഞ്ഞ് കൊല്ലണം? നൈൽ നദിക്കകത്തെറിഞ്ഞ് കൊന്നുകളയണം. നൈൽ നദിക്കകത്തെറിഞ്ഞ് കൊന്നുകളയണം, വലിച്ച് കീറിക്കളയും രണ്ടായിട്ട്. ഇവിടെ നോക്കിയേ, അവിടുത്തെ കൽപ്പന 2 വയസ്സിന് താഴെയുള്ള എല്ലാ ശിശുക്കളെ എന്ത് ചെയ്യണം? തകർത്ത് കളയണം. തകർത്ത് കൽപ്പന പുറപ്പെടുവിക്കാൻ ഞാനും വന്നൊന്ന് കണ്ട് ഒന്ന് സ്ഥിതി വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് വിലയിരുത്താം. വില ചിലരൊക്കെ വിലയിരുത്താറുണ്ട്. സ്തോത്രം. ആ സകല പദ്ധതികൾ ഇന്ന് രാത്രി പൊളിയാൻ പോകുകയാ. ശബരബരഗതുനി പ്രാർത്ഥിക്കൂ. സകല പദ്ധതികളും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി അവരെ എന്തെല്ലാം എടുത്ത് ഇനി പോരാടിയാലും രാജാവായവൻ പുറത്തു വന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അവൻ പുറത്തു വന്നേ പറ്റൂ. നോക്കിക്കേ, അവിടെ ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ സ്തോത്രം അന്വേഷിപ്പീൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭാവിച്ചു എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. അടുത്ത് തിരിച്ചു വരുന്ന വരവ് ഹേരോദാവിന്റെ മരണമാണ്. സ്തോത്രം. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചില പട്ടണങ്ങളില്, ദൈവം ചില സ്ഥാനങ്ങളില്, ദൈവം ചില മേഖലകളില് ദൈവഭക്തന്മാരെ ആക്കി വച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഒന്നും അറിയാതെ ചെയ്യുന്ന ദൈവമല്ല. സകലതും അറിഞ്ഞാണ് ബെത്ലഹേമിൽ നിന്ന് മിസ്രൈമിനകത്തേക്ക് സ്തോത്രം ഇവരെ ഓട്ടിച്ച് കയറ്റിയതല്ല, ദൈവത്തിന്റെ ദൂതം കൊണ്ട് പാർപ്പിച്ചിരിക്കുക. നീ ഇവിടെ ഇരിക്കണം. ഹേരോദാവിന്റെ മരണത്തോളം അവിടെ പാർത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ സംരക്ഷണം നമുക്കറിയത്തില്ല. എവിടെയൊക്കെയാണ് പ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനം ആരാധിക്കുമ്പോൾ, ദൈവജനം കരയുമ്പോൾ, ദൈവജനം ഉപവസിക്കുമ്പോൾ, ദൈവജനം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ വേദപുസ്തകം പറയുന്നു, 15-ാമത്തെ വാക്യം പറയുന്നു, ഹേരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതുപോലെ നിവർത്തിപ്പാൻ സംഗതി വന്നു. ആമേൻ. നീ ഇപ്പം ആയിരിക്കുന്ന മിസ്രൈമിലായിരിക്കുന്നത്. പക്ഷെ മിസ്രൈമിൽ നിന്നൊരു മടക്കയാത്ര ഉണ്ടെങ്കിൽ ഈവൻ ചാകണം. സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എവിടെയൊക്കെയോ ദൂതുകൾ ഇന്ന് രാത്രി ഏതൊക്കെയോ മേഖലയിൽ തൊടുകയാ. ഹല്ലേലൂയ. നിന്നെ ഇന്ന് രാത്രി കർത്താവാക്കിയ സ്ഥലത്ത് നീ ഉണ്മയോടെ വിശ്വസ്തയോടെ ദൂതന്റെ കാൽക്കീഴിൽ നീ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവകുഞ്ഞാണെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ദൂതായി വിളിച്ചു പറയുന്നു. ചിലരുടെ അന്ത്യം നിന്റെ കണ്ണാൽ കാണാൻ പോകുകയാ. നിന്നെ ഉപദ്രവിച്ചവർ, നിന്നെ വല്ലാണ്ട് ഞെരുക്കിയവർ, നിന്നെ വല്ലാണ്ട് പ്രൈസ് ദി ലോർഡ് പറയാത്ത വാക്കുകൾ പറഞ്ഞ് നിന്നെ ബന്ധിച്ചവർ, നിന്നെ പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ നാണം കെടുത്തിയവർ, നിന്നെ മാറ്റി നിർത്തിയവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ ഒറ്റപ്പെടുത്തിയവർ, നിന്നെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് നിശ്ചലമാക്കിയത്, ചില ഭാഗത്തിന് ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിച്ചവർ, ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത് അതിൽ വരെ കൊണ്ട് കടത്തിവിട്ടവർ, അവരൊക്കെ നോക്കിയിരിക്കുമ്പോൾ നീ ചാകേണ്ടവനല്ല. അവരുടെ മരണം കാണാതെ നിന്നെ ഈ മിസ്രൈമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കത്തില്ല. ഇത് ദൈവത്തിന്റെ ദൂതൻ സ്തോത്രം യോസേപ്പിനോട് സ്വപ്നത്തിൽ ഇറങ്ങി വന്ന് നേരിട്ടും പറയുമ്പോൾ പരിശുദ്ധാത്മ പറയുക, ഇന്ന് രാത്രിയിൽ നിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ദൂതൻ പറയുന്നു, നീ ഇവിടെ പാർക്ക, ഇവിടെ വിട്ട് നീ ഓടേണ്ട കാര്യമില്ല. നീ ആയിരിക്കുന്ന മേഖലയിൽ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോകുകയാ, ദൂതന്മാരോട് കൽപ്പിക്കാൻ പോകുകയാ. ദൂതനോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. വാഴ്ത്തത്വമുള്ളവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അവിടെ പാർത്താൽ മാത്രം മതി. എവിടെയാ ഓടുന്നേ? ശത്രുവിന്റെ കോട്ടയ്ക്കകത്താ പാർക്കാൻ പോകുന്നത് നമ്മൾ. സോദരം, ഓരോ അഭിഷത്തിനും ഓരോ അഭിഷത്തെ കുഞ്ഞുങ്ങളും പാർക്കേണ്ടത് ശത്രുവിന്റെ പടക്കളത്തിനകത്താ. എവിടെയാ ഓടുന്നത്? ഇവിടുന്ന് ഓടി നിങ്ങൾ അപ്പുറത്തേക്ക് പാർത്ത് നോക്കുക, അവിടെയും പ്രശ്നമാവും. പണ്ടത്തെ ആൾക്കാർ പറയാറില്ലേ, പടയെ പേടിച്ച് പന്തളത്ത് നിന്നപ്പോ അവിടെ ചൂട്ടും കെട്ടി പടയെന്ന്. സ്തോത്രം. ഇവിടെ നീ പേടിച്ച് അപ്പുറത്ത് പോകുമ്പോ അവിടെ നിനക്ക് നീ വരുത്തനാ. നീ ജനിച്ചു വളർന്ന പട്ടണത്തിൽ നീ താമസിക്കുമ്പോൾ നീ ആരെന്നറിയാമോ? നീ ഇവിടത്തെ പൗരത്വമുള്ള വ്യക്തിയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, നിന്നെ ആർക്കും ഉടയ്ക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം നിന്നെ കണ്ട്
ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നിന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ദൈവം നിന്നെ ഉറപ്പിച്ചത് കൊണ്ട് നിന്നെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പൈതലേ. കാരണം ദൈവം നിന്നെ അതിനു വേണ്ടി നിയോഗിക്കപ്പെടുത്തി ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവം നിന്നെ ഉറപ്പിച്ചിരിക്കുക. അപ്പോൾ നീ എവിടെ ഓടുന്നേ? അവിടെ നില്ല. നീ അവിടെ നിന്ന് മാറി ഒരിടത്തും പോണ്ട. ആ ചർച്ചിൽ തന്നെ നില്ല്, വേര് ഊന്നി അവിടെ നില്ല്. നിനക്ക് അവിടെ തന്നെ ഉണ്ട് നന്മ. എവിടെ ഓടാനാ? ദൈവം ഒരിക്കൽ സഭയ്ക്കകത്തുനിന്ന് വിടുതലുകളും അത്ഭുതങ്ങളും കിട്ടുമ്പോൾ എങ്ങോട്ടാ ഓടുന്നേ? അവിടെ നിന്ന് ദൈവത്തിന് വേണ്ടി. അതല്ലേ കർത്താവിൽ അഭിഷക്തന്മാർ ആലയത്തിൽ അവർ നടുതലയാകുമെന്ന്. നിന്റെ ആലയത്തിൽ ദൈവം നിന്നെ മാനിക്കും. അവിടെ വേര് ഊന്നിട്ട് ദേശം മൊത്തം പടരണം. ഒരു പകർച്ചയായി നീ പടരണം. ദൈവം അയക്കുന്ന രാജ്യത്തൊക്കെ പോണം. നിന്റെ സ്ഥലം എവിടെയാ? നീ ജനിച്ചു വളർത്തപ്പെട്ട സ്നാനപ്പെട്ട ദൈവം തന്ന സഭയുടെ അടുത്ത് അകത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് വേണ്ടെന്ന്. ഒരാൾ മതി നിനക്ക് വേണ്ടി സ്തോത്രം പറയാൻ. അത് 10,000ങ്ങളുടെ ശക്തിയായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മറവിലേക്ക് കടന്നു വരുന്ന ദൈവകുഞ്ഞേ, ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിക്ക്, ദൈവം നിന്നെ ഇന്ന് രാത്രി മാനിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ സ്നാനപ്പെടുന്നത് സിയോൻ ഫുൾ ഗോസ്പൽ ചർച്ചിൽ നിന്നുകൊണ്ടാണോ? നിങ്ങൾ ഇവിടെ സ്നാനപ്പെട്ടിട്ട് സ്തോത്രം, നിങ്ങൾ ഇവിടുന്ന് അടുത്തൊരു ആത്മമാരിക്ക് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്തോത്രം, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ ആരും കാണത്തില്ല. നിങ്ങൾ അവിടെ വന്നത് മാത്രമാണെന്നോ ആർക്കും അറിയത്തില്ലെന്ന്. സ്തോത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിൽക്കുന്ന സ്നാനപ്പെട്ട് നിൽക്കുന്ന സഭ അത് നിന്റെ മാത്രം ചർച്ചാണ്. സ്തോത്രം. അത് നിന്റെ വീടാണ്. അവിടെ നിനക്ക് അപ്പനുണ്ട്, അവിടെ അമ്മയുണ്ട്, അവിടെ നിന്നെ കൂടെ വളർന്ന സഹോദരങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്, അമ്മാമ്മമാരുണ്ട്. നിനക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ഒരാളെങ്കിലും മുട്ടുമടക്കിയാൽ മതി. ഒരു സ്തോത്രം നിനക്ക് വേണ്ടി പറഞ്ഞാൽ 1000 സ്തോത്രത്തെക്കാൾ വിലയുള്ള ഒറ്റ സ്തോത്രം പറഞ്ഞാൽ മതി. നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നീ ഓടി നടന്നാൽ നിനക്കൊന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. എന്തോ ദൈവാത്മാവ് ദൂത് അങ്ങനെ കൈമാറുകയാ. നിന്നെ നട്ടെടുത്ത് നിൽക്ക്. അതാ നട്ടവനും നനച്ചവനും ഏതുമല്ല, വളരുമാറാക്കുന്നത് ദൈവമാണെങ്കിൽ നട്ടവന്റെ അടുത്ത് നിൽക്ക്. ദൈവം നിന്നെ മാനിക്കുന്ന സുദിനമാണ്. നിന്നെ മാനിക്കും. ദൂതൻ നിന്നോട് പറയുക, അവിടെ നിൽക്ക്, നിന്റെ ഫലം വരേണ്ട സമയമായി. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ മഹത്വത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ഹല്ലേലൂയ. ചില ഹേരോദാക്കളുടെ മരണങ്ങൾ സംഭവിക്കാൻ പോയി. ദേശത്തിൽ ചില ഹേരോദാക്കളുണ്ട് കേട്ടോ. ദേശത്തിലെ ഹേരോദാവായിരിക്കും. ഞാൻ പറഞ്ഞ ഭയങ്കര സംഭവിക്കും. ഞാൻ വലിയ പുലിയാണ്, ഞാൻ പറഞ്ഞാൽ ഇപ്പോ തട്ടിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്ന ഹേരോദാക്കന്മാരുടെ മരണങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാ. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ദൈവം തൊടുകയാ. ഞാൻ പറഞ്ഞാൽ ഇപ്പോ അങ്ങ് സ്ഥലം മാറ്റിക്കളയും. ഞാൻ പോയില്ലെങ്കിൽ ഇപ്പോ പള്ളി പൊളിഞ്ഞു പോകും. എടാ, പള്ളി എന്ന് പറയുന്ന കർത്താവിന്റെ ചങ്കില ചോര കൊടുത്ത് വാങ്ങിയതാ. കർത്താവ് പള്ളിക്ക് നിക്ഷേപപാത്രം തുറക്കുന്നത് കർത്താവിന്റെ സഭയാണ്. അതിനെ വെല്ലുവിളിക്കാൻ ആരെ അധികാരം തന്നെ? സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നെ ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ നിയോഗത്തിലേക്ക് നീ ഞാനും വരുമ്പോഴാ, ആ ധ്രുവത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോഴാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആളുടെ എണ്ണം എടുക്കാൻ നീ പള്ളിയിൽ പോകരുത്. ഹല്ലേലൂയ. എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത്. ഓടി എത്തിക്കൊള്ളണം. ആമേൻ. ആര് വരും മുമ്പേ എത്തിക്കൊള്ളണം. ആമേൻ. നീ ആദ്യം പ്രസന്റ് ആകണം. നീ അവിടെ പ്രസന്റ് ആകണം. പുസ്തകവുമായി ഒരുത്തൻ അവിടെ പുറ്റി നിൽപ്പുണ്ട്, ഒരുത്തൻ വെളിയിൽ നിൽപ്പുണ്ട്, വാതിലിന്റെ അടുത്ത് ഒരുത്തൻ ഗേറ്റിൽ നിൽപ്പുണ്ട്, 3 ദൂതന്മാർ നിൽപ്പുണ്ട്. ആമേൻ. സ്തോത്രം. അവരുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ട്. വരുന്ന സമയം കുറിച്ചു വയ്ക്കാനുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നീ വരുന്ന സമയം, പള്ളിയിലെ കോമ്പൗണ്ടിൽ കയറിയ സമയം,
ആമേൻ, ആ കോമ്പൗണ്ടിൽ നീ പള്ളിക്കകത്ത് കയറിയ സമയം കുറിച്ചു വയ്ക്കുന്ന സമയമുണ്ട്. പള്ളിക്കകത്ത് വരുമ്പോ, കോമ്പൗണ്ടിൽ വരുമ്പോ നീ ബോർഡ് എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടെന്ന്. ആമേ, അതിനെ വലിച്ചെറിഞ്ഞ് വീട്ടിയിട്ടിട്ട് ആലയത്തിൽ കയറി മുട്ടുമടക്ക. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവം പറയുന്നു, ആലയം ദൈവത്തിന്റെ വിശുദ്ധമായ ആലയത്തിൽ ദൂതൻ നിൽപ്പുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. 2-നെ 50 ആക്കാൻ, 50-നെ 1000 ആക്കാൻ, 1000-ത്തെ 10,000 ആക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. വേദപുസ്തകം പറയുന്നു, മനുഷ്യന്റെ ചിന്തയിലല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയിലാ ജനം വരുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഒരിക്കൽ ഒരു 3 വർഷം മുമ്പ് ഒരാൾ പറഞ്ഞു, വാസ് ഞങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പോയാ എപ്പോ പൂട്ടി നേട്ടാതി, ഞങ്ങളാണ് ഇവിടെ ബാൻഡ് വാങ്ങിച്ചു വെച്ചത്, ഞങ്ങളാണ് ഇവിടെ പാവിട്ടത്, ഞങ്ങളാണ് ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കുന്നത്. മിണ്ടിയില്ല. ഇന്നാ ഞങ്ങളൊന്ന് ഭൂമിയുടെ പുറത്തില്ല, എല്ലാത്തിനെയും ആമേൻ പൂഴിക്ക് പൂഴി, ചാരത്തിന് ചാരവുമായി താഴെ എടുത്ത് വയ്ക്കാനിടയായി. മണ്ണിനടിയിൽ വെല്ലുവിളിച്ചത് സഭയ്ക്കകത്ത്. നിങ്ങളൊന്നും അത്തരക്കാരല്ല. ദൂത് വന്നാൽ പറയാതെ പോകാൻ പറ്റില്ല. ദൂത് വന്നാൽ പറയാതെ പോകാൻ പറ്റില്ല. ഗതി പിടിക്കത്തില്ലെന്നേ. സഭയോട് മത്സരിക്കരുത്. എന്തോ ദൈവാത്മം അങ്ങനെ പറയുന്നു. അഭിഷക്തനെ കീഴ്പ്പെട്ടിരിക്കണം. അഭിഷേക് പോട്ടനാവട്ടെ, അവൻ ചെകിടനാകട്ടെ, അവൻ മുടന്തനാകട്ടെ, അവന് വണ്ടിയിൽ വേണ്ട, അവന് കാറ് വേണ്ട, സൈക്കിൾ വേണ്ട, ഒരു സ്ലിപ്പറും വേണ്ട, നടന്നു വരും ആലയത്തിനകത്ത്. ദൈവം അയച്ചതാ നിങ്ങളെ നോക്കാൻ. നിങ്ങൾ തെറ്റ് കാണിച്ചാൽ ആദ്യം ചോദിക്കുന്നത് സഭയിലെ ഇടയനോടാ. ആ ഗൗരവം അദ്ദേഹത്തിന് അറിയാം. ഇടയന്റെ മുകളിലുണ്ട് ഒരുത്തൻ, അത്യുന്നതൻ. അവൻ സ്ഥാപിച്ചു വച്ചിരിക്കുന്നവന് ഇന്ന് രാത്രിയിൽ ആർക്കും വിധിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു, പൊന്നു സ്നേഹിത, ഇത് ആലയമാണ്, ഇത് ആലയത്തിന്റെ കോമ്പൗണ്ടാണ്. ഇതിനകത്തുനിന്ന് വെറുതെ പറയരുത്. തമാശയ്ക്ക് പോലും കണക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കും. വലിയ ദൂരം പോകത്തില്ല. കുറെ ഞാൻ കണ്ടത് തന്നെ. അവന്റെ അടക്കത്തിന് വന്നുകൂടി ജനം കാണണം. ഹല്ലേലൂയ. അതോടുകൂടെ സഭ കൊണപ്പെട്ടു. അദ്ദേഹത്തിന് 3 മക്കളും അഭിഷേകം പ്രാപിച്ച് പ്രവാചകിമാരായി തീർന്നു. സ്തോത്രം. ആ അഭിഷക്ത സഭയിൽ നട്ടല്ലായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം പോകേണ്ടതിന് പോയാലേ ദൈവം പ്രവർത്തിക്കൂ. സ്തോത്രം. ചിലർ ശത്രു അടിച്ചോണ്ട് പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതന്റെ പ്രവൃത്തി ഇതാ കണ്ടോ. ഹേരോദാവിന്റെ മരണശേഷം മരണത്തോളം മാറിയിരുന്നില്ല ദൂതൻ, കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും പകലിലും നമ്മൾ യാത്ര ചെയ്തില്ലേ, കിലോമീറ്ററുകൾ നമ്മൾ യാത്ര ചെയ്തില്ലേ, നമ്മളെ കൂടെ കർത്താവ് ദൂതനെ അവിടെ കൊണ്ടാക്കി തിരിച്ചു വരാനല്ല ദൂതനെ ഏർപ്പെടുത്തിയത്, കൊണ്ടുവിട്ടിട്ട് മടക്കി വീട്ടിൽ കൊണ്ടുവരണം. ഇപ്പൊ ദിനീഷ് ബ്രദറിന്റെ മക്കളെ സ്കൂളിൽ വേനലാണ് അയക്കുന്നത് എനിക്കറിയത്തില്ല. സ്കൂൾ വേനലാണോ അയക്കുന്നത് ബ്രദറെ? സ്കൂൾ വേനലാണോ അയക്കുന്നത്? സ്കൂൾ വേനൽ അയക്കുന്നത് അല്ല. സ്കൂളിൽ വേനൽ അയക്കുന്ന ഇവിടെ അങ്ങനെയുള്ള തലമുറകളില്ല. സ്കൂൾ വേനൽ അയക്കുന്ന തലമുറകളുണ്ട്. കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ പോകാനല്ല വണ്ടിയുടെ ഉത്തരവാദിത്വം, കൊണ്ടുവിട്ട് വൈകിട്ട് സുരക്ഷിതമായി വിളിച്ചുകൊണ്ട് വരണം. അത് ഇവിടുത്തെ ഒരു സ്കൂളിലെ നിയമമാണെങ്കിൽ, ഒരു പ്രൈവറ്റ് വാഹനത്തിലെ നിയമമാണെങ്കിൽ, സ്വർഗത്തിലെ ദൂതൻ ഇന്ന് രാത്രി കൊണ്ടുവിട്ട് വിളിച്ചോണ്ട് വന്നവരതിനകത്തിരിക്കുന്നേ. കൊണ്ടുവിട്ട് കേടുപാടില്ലാതെ തിരിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ദൂതനെ ഓർത്ത് ദൈവത്തിന് രാത്രി സ്തോത്രം കൊടുക്കാൻ വകയുണ്ടോ? ഹല്ലേലൂയ. ഈ രാത്രി പരിശുദ്ധാത്മാവ് വിട്ടിട്ട് വരുന്നവനല്ല, കൊണ്ടുവിട്ട് നിന്റെ കാര്യാദികൾ സകലതും നയിച്ച് ഉറപ്പിച്ച് മടക്കി വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവ പൈതലേ, ആമേൻ. സ്തോത്രം. ഇനി 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയാനുള്ള കൽപ്പനകളൊക്കെ ഈ പുറത്തു വിട്ടാലും പ്രശ്നമില്ല. ഇന്ന് രാത്രി ഒന്നും സംഭവിക്കത്തില്ല. പരിശുദ്ധ